അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സെനിറ്റ്സു ആണ്. അപ്പോൾ നമ്മളിന്നൊരു ഹണിമൂൺ ട്രിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇന്നൊരു ഹണിമൂൺ ട്രിപ്പും കാറിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ അമേരിക്കൻ ബസ്സിലും കാറിലൊക്കെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം വണ്ടിയാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഇവിടെ നിർത്തിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൈസ്, അപ്പോൾ ആൾക്കാരിലൊക്കെ കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ 20 പേരൊക്കെ കാണുമായിരിക്കും, 20 പേര് കാണുമായിരിക്കും ഗൈസ്. 25 പേര് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫുഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഞാൻ നിർത്തിയിട്ടതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ ഈ പ്രാവശ്യം ആരും തന്നെ ഇല്ല, ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ ഫുഡും കാറിലൊക്കെ ഞങ്ങൾ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവിടെ നിന്നെയാണ് ഗൈസ്. അപ്പോൾ വണ്ടിയും കാറിലൊക്കെ ഇനി എടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി വണ്ടിയും കാറിലൊക്കെ നേരെ എടുത്തിട്ട് ഇവിടുന്ന് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ലയാണ്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ഇനി നേരെ നമ്മുടെ ചങ്ങനാശ്ശേരിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ അത്യാവശ്യം ദൂരം കാലൊക്കെ തന്നെ ഉണ്ട്. ഇവിടുന്ന് ഞാൻ വണ്ടിയും കാറിലൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ്. വണ്ടി ഇടിച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാം പോവും. അതുകൊണ്ട് വണ്ടി കുറച്ചൊക്കെ പോയിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് തോന്നുന്നു ഗൈസ്. ഒരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ നേരെ ആ ഗ്യാപ്പിലങ്ങോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. പിന്നെ ആണെങ്കിലേ അവിടെ നമ്മൾ ചങ്ങനാശ്ശേരിയിലും കാലൊക്കെ ഒരു ഹോട്ടലുണ്ട്. അവിടെ താമസിച്ചിട്ട് പിറ്റേന്ന് തീരുമാനിക്കും എങ്ങോട്ടാണ് ഇനി അടുത്ത പോകേണ്ടതെന്ന്. അപ്പോൾ അവിടെ ഹോട്ടലിൽ ഞാനും അപ്പോൾ ആ ഒരു ഹോട്ടലിൻ്റെ അടുത്തായിട്ട് ഒരു ചെറിയ സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ആയിട്ട് ഞാനും താമസിക്കും. അതുകൊണ്ട് പിറ്റേ ദിവസമായിരിക്കും നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് ചെല്ലുമ്പോഴത്തേന് ഒരു 4 മണിയൊക്കെ ആവുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുഴപ്പമില്ല ഗൈസ്. 4 മണിക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറേ സമയം കാലമൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളിപ്പം ഏകദേശം കുറച്ച് ദൂരമൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനിയും കുറച്ച് ദൂരം പോകാനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത്, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാതെയും സബ്സ്ക്രൈബ് ചെയ്യാതെയും കാണുന്നവരെല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോ. ഇതുപോലത്തെ അടിപൊളി കണ്ടൻറ്റ്സ് ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ സപ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, ഇതിൻ്റെ അപ്പുറം അടിപൊളി കണ്ടൻറ്റ്സും കാലമൊക്കെ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക മാത്രമേ ഗൈസ് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു അമേരിക്കൻ വണ്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ വണ്ടിയുടെ പേരാണ് ഗൈസ് അമേരിക്കൻ, അമേരിക്കയിലെ വണ്ടിയല്ല. അപ്പോൾ ഈ ഒരു അമേരിക്കൻ വണ്ടി ഞാൻ എടുത്തിട്ട് ഇപ്പോൾ 1 മാസമായിട്ടുണ്ട്. 1 മാസമായി ഈ ഒരു വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇനിയും ഈ വണ്ടിയിൽ കുറേ വർക്കും കാലമൊക്കെ ആഡ് ചെയ്യാനുണ്ട്. ഈ വണ്ടി മേടിച്ചപ്പം ഈ പേരൊന്നും അല്ലായിരുന്നു. ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയായിട്ടാണ് എടുത്തത്. പിന്നെ കുറേ മാറ്റമൊക്കെ ചെയ്ത് അത്യാവശ്യം പൈസയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. കുറേ ലൈറ്റൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ പേര് താജ്മഹൽ എന്നായിരുന്നു. ഞാൻ എല്ലാം മാറ്റി ഒരു ബാംഗ്ലൂരിൽ നിന്നാണ് ഈ വണ്ടി ഞാൻ എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഡീലറായി നിന്നാണ് ബാംഗ്ലൂരിൽ നിന്ന്. ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കിടുക്കാച്ചി വർക്കും കാലൊക്കെ ചെറിയ റേറ്റിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അകത്ത് ഞാൻ വലിയ വർക്കൊന്നും ചെയ്തിട്ടില്ല ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ അങ്ങനത്തെ മാല, അങ്ങനത്തെ അലങ്കാരമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു കുരിശുമാല, ഒരു കൊന്തമാല മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ മഴയും കാലമൊക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. മഴ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പണിയാണ് ഗൈസ്. പിന്നെ അത്യാവശ്യം പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നാമത്തെ കാര്യം, എൻ്റെ വൈപ്പറിന് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട്. ഇടയ്ക്കൊക്കെ നിന്നും പോകുന്ന ചെറിയൊരു പ്രശ്നമുണ്ട്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയല്ലേ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കാണാതിരിക്കുക ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ ആയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെയൊക്കെ സ്ഥലവും കാലമൊക്കെ തന്നെ ഉണ്ട് ഗൈസ്. ഫ്രണ്ടിൽ എടുത്ത് പോകുന്നുണ്ടോ എന്നാ പോക്കല്ലേ. പക്ഷെ നമ്മളെന്തെങ്കിലും അമ്മമാരെ ഓവർടേക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് 4 മണിക്ക് മുമ്പേ അങ്ങ് 4 മണി ടൈം രാത്രിക്ക് മുമ്പേ അങ്ങ് എത്തണം ഗൈസ്. രാത്രി മുമ്പേ എത്തിക്കഴിഞ്ഞാൽ നാളത്തേനുള്ള പാക്കേജൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ ഗൈസ്. ഞാൻ വണ്ടി സൈഡിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ടൊന്ന് കാണിക്കാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അമേരിക്കൻ. കൊള്ളാമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യണേ ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പം ഈ വണ്ടിയുടെ ലൈറ്റിൻ്റെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, നമുക്ക് ഇടാം. എല്ലാം സെറ്റാക്കുക ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഒട്ടും കളയാൻ സമയമില്ല ഗൈസ്. മഴയും കാറിലൊക്കെ എന്തെങ്കിലും പോയിട്ടുണ്ട്. പിന്നെയും കുറച്ച് ഫ്രണ്ടിലോട്ടും കാറിലൊക്കെ തന്നെ നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏകദേശം ഒരു പാതി ദൂരം കാലമൊക്കെ തന്നെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനിയൊരു പാതി ദൂരം കൂടെ ഉള്ളു ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്തവരൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ലൈക്ക് നിങ്ങളടിച്ച് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 10 ആണ്. മാക്സിമം നിങ്ങളെക്കൊണ്ട് പറ്റും ഗൈസ്. നിങ്ങൾക്കൊന്ന് ലൈക്ക് അടിച്ചാൽ പോരെ ഗൈസ്. പക്ഷേ നമ്മൾ ഈ ഒരു വീഡിയോ കാലമൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടാണ് എഡിറ്റ് ചെയ്ത് ഇടുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സപ്പോർട്ടും കാലമൊക്കെ തന്നെ ചെയ്യണേ.
അപ്പോൾ ഗൈസ് നമുക്ക് ബാക്കി വീഡിയോയിലേക്കും കാലമൊക്കെ കിടക്കും ഗൈസ്. അപ്പോൾ ഞാൻ ഏകദേശമൊക്കെ ഓടിച്ച് പകുതിയും കാലമൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇനി ഞാനിങ്ങൊക്കെ എന്തെങ്കിലും കഴിക്കണമെന്നാണ് ആലോചിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇവരും കാലമൊക്കെ എല്ലാം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത്, ഞാൻ കഴിച്ചില്ലായിരുന്നു. അവർ ആ ഫുഡിൻ്റെ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ വൈകിട്ടത്തിനുള്ള എല്ലാ ഫുഡും അവരറിഞ്ഞ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അന്നേരത്ത് ഒന്നും കഴിച്ചില്ലായിരുന്നു, കാരണം ഞാൻ രാവിലെ കഴിച്ചായിരുന്നു 7 മണിക്കൊക്കെ. പക്ഷേ ഇവരും കാലമൊക്കെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് 10 മണിയൊക്കെ ആയപ്പോഴത്തേനാണ്. അപ്പം എനിക്കിപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് വിശക്കുന്നുണ്ട്, ആ കുഴപ്പമില്ല, നമുക്കങ്ങ് ഹോട്ടലിൽ ചെന്നിട്ട് ഇനി കഴിക്കാം. ബിക്കോസ് ഏകദേശം നമ്മളിപ്പം നമ്മുടെ ഗൈസ് നമ്മൾ ചങ്ങനാശ്ശേരിയിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. ചെങ്ങന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലത്തിൻ്റെ പേരൊന്നും മറന്നുപോയാണ്. ഇവിടെ ട്രാഫിക്കിൽ ഞാൻ നിർത്തിയിട്ടേക്കാണ് ഗൈസ്. നമ്മൾ ഡോറും കാളിലൊക്കെ ഒന്ന് തുറന്നിട്ട് ഗൈസ്, ഇച്ചിരി കാറ്റും കാളിലൊക്കെ ഒന്ന് കയറിയിട്ട് ഗൈസ്. 1.5 മണിക്കൂറായിട്ട് ഡോർ അടച്ചിട്ടേക്കുമായിരുന്നു. അപ്പം പക്ഷേ അവർക്ക് ഗ്ലാസ്സൊക്കെ തുറന്നിട്ടേക്കുമായിരുന്നു ഗൈസ്. ഓക്കെ, ഇവിടെ വെറുതെ ഇനി കുറച്ച് നേരം ഇനി കിടന്നിട്ട് ഗൈസ്. ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലെ മെയിനായിട്ടുള്ള ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനിയും കുറച്ചധികം ദൂരവും കാലൊക്കെ തന്നെ ഉണ്ട്. ഇവിടുത്തെ ട്രാഫിക്കും കാലൊക്കെ പാലിച്ച് പോകാൻ വേണ്ടിയിട്ട് പോയിട്ടു. അപ്പോൾ ഞാൻ ചങ്ങനാശ്ശേരി ഞാൻ ഡയറക്റ്റ് പോവല്ല ഗൈസ്. അപ്പോൾ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമ്മളും കാലൊക്കെ ഷോർട്ട് കട്ട് വഴിയാണ് കയറി പോകുന്നത്. ഷോർട്ട് കട്ട് വഴി കയറി പോകുമ്പോഴാണ് ഇച്ചിരി എളുപ്പം എത്തുന്നത്. അപ്പം ഷോർട്ട് കട്ട് വഴിയാണ് ഗൈസ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ഏകദേശം സമയം ഒരു 3 മണിയോളൊക്കെ ആയിട്ടുണ്ട്. നമ്മളിനി കുറച്ച് നേരം കൊണ്ട് തന്നെ അവിടെ ചെല്ലുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഞാനൊന്നും കഴിച്ചിട്ടുമില്ല ഗൈസ്. അപ്പോൾ കുറേ സമയമായിട്ടുണ്ട് ഗൈസ്. 4 മണിയൊക്കെ ആകുമ്പോഴത്തേനും അങ്ങ് ചെല്ലും. ആ ഒരു ടൈമിനാണ് നമ്മളെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ വെച്ചിട്ട് ഗൈസ് പറ്റുമെങ്കിൽ നമുക്ക് വണ്ടി ഒന്ന് കഴുകണം ഗൈസ്. വണ്ടി മൊത്തം ചെളി പിടിച്ചിരിക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞൊരു ട്രിപ്പ് ഓടിയാൽ വന്നപ്പോൾ കഴുകിയില്ല ഗൈസ്. അതൊരു മെനെ തന്നെയായിരുന്നു ഗൈസ്, ഞാൻ മറന്നുപോയി. അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെയാണ് ഈ ട്രിപ്പും കാലൊക്കെ പറഞ്ഞത്. അവർ പറഞ്ഞ് വേറെ വണ്ടിയൊന്നും വിളിക്കാൻ ഞങ്ങൾക്ക് സമയമില്ല, ഇപ്പം നിങ്ങളെ ഈ ഒരു ട്രിപ്പ് ഏൽപ്പിച്ചല്ലേ, നിങ്ങളിത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് ഗൈസ് നമ്മളോട് പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ എനിക്കൊന്നും ഇനി ചെയ്യാൻ വേണ്ടി പറ്റിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ട്രിപ്പും കാലൊക്കെ ഓക്കെ പറഞ്ഞു. അവർ അഴുക്കും കാലമൊന്നും തന്നെ അവർക്ക് സീനല്ലായിരുന്നു. പിന്നെ അകത്തൊന്നും വലിയ ചെളിയും കാലമൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇവിടെ നമ്മുടെ പിന്നെയും ഗൈസ് നമ്മുടെ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്ത് മഴയാണ് ഗൈസ്. ഇപ്പം മഴക്കാലം ആയതുകൊണ്ടായിരിക്കും ഗൈസ് അത്യാവശ്യം നല്ല മഴയും ഗൈസ്. അപ്പോൾ നമുക്കിനി കുറച്ച് ദൂരം പോയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളും കാലൊക്കെ തന്നെ കുറച്ച് ദൂരം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് 3:20 കാലൊക്കെ തന്നെ ആയിട്ടുണ്ട്. കറക്റ്റ് സമയത്തിന് ചെല്ലാൻ പറ്റുമെന്നാണ് അറിയാത്തത്. 4 മണിക്ക് അങ്ങ് ചെന്നാൽ മതിയായിരുന്നു ഗൈസ്. എനിക്കിപ്പം വിശക്കുന്നുണ്ട് ഗൈസ്, എന്തു ചെയ്യാനാണല്ലേ ഗൈസ്. നമ്മുടെ കൂടെ നമ്മുടെ സ്വന്തം വാസ്കോ ഉണ്ടായിരുന്നേ കുഴപ്പമില്ലെന്ന് ഗൈസ്. നമ്മുടെ വാസ്കോ ചെറുക്കനും കാലൊക്കെ തന്നെ നമുക്ക് ഫുഡുകളൊക്കെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. വാസ്കോയും കൂടെ ഉണ്ടായിരുന്ന ഒരു പവറായിരുന്നു ഗൈസ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം വാസ്കോയും കാലൊക്കെ വരുന്നുണ്ട് ഗൈസ്. നമ്മുടെ ചങ്ങനാശ്ശേരി അവിടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ, ബുക്ക് ചെയ്ത ആ ഒരു ഫ്ലാറ്റിൻ്റെ അവിടെ ഇട്ട് ആകുമ്പോഴത്തേനും അവൻ വരുമെന്നൊക്കെയാണ് പറഞ്ഞത്. വരുമായിരിക്കും എന്നൊക്കെ തോന്നുന്നു ഗൈസ്. രാവിലത്തേനും അവൻ വരുമെന്നാണ് പറഞ്ഞത്. വന്നു കഴിഞ്ഞാൽ കൊള്ളാം ഗൈസ്. അപ്പോൾ നമ്മൾ ഏകദേശമൊക്കെ ഒരു ദൂരമായിട്ടുണ്ട് ഗൈസ്. ഇനിയും കുറച്ച് ദൂരം കൂടെ എത്താനുള്ളൂ ഗൈസ്. അപ്പം ഗൈസ് ഇപ്പോൾ ഇങ്ങനത്തെ കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇനി വരുന്നുണ്ട് ഗൈസ്. അപ്പം ഇനി നമ്മൾ ഫ്രീ ഫയർ കണ്ടൻസും ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D കണ്ടൻസും അതേപോലെ ബസ് സിമുലേറ്റർ കണ്ടൻസും ഗൈസ്, അപ്പം അല്ലാത്ത വേറെ ഗെയിമിംഗ് കണ്ടൻസും എല്ലാം നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പം അതൊക്കെ താല്പര്യമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഏകദേശം നമ്മുടെ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലാറ്റല്ല ഗൈസ്, സോറി, ഹോട്ടലാണ്. അപ്പം ഇനി വണ്ടി അങ്ങോട്ട് ഒതുക്കിയിടുക, അതാണ് നമ്മുടെ അടുത്ത ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ വണ്ടി ഒതുക്കിയിടാൻ വേണ്ടിയിട്ട് നോക്കുവാണ്. അവിടുന്ന് ചീറിപ്പാഞ്ഞ് വണ്ടി വരുന്നുണ്ട്, പുറകിടിച്ച് ചളുക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പോൾ ഞാൻ നേരെ എന്തെങ്കിലും വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ബാക്ക് എടുത്താലും ഗൈസ്. അപ്പോൾ ഞാൻ വണ്ടി നേരെ ചുവ ഒതുക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് അമ്മമാർക്ക് ഇറങ്ങാൻ പറ്റും ഗൈസ്, ഇറങ്ങാൻ പറ്റത്തില്ല, ഇടുക്ക് വഴിയാണ് ഗൈസ്, അവരങ്ങനെ പോകും ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ബാക്ക് എടുത്തിട്ട് ഇച്ചിരി ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ആക്കാം ഗൈസ്. അപ്പം ഇച്ചിരി ബാക്ക് എടുത്തിട്ട് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലോട്ട് പാർക്ക് ചെയ്യാം ഗൈസ്. പിന്നെ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മുടെ ടാർഗറ്റ് 10 ലൈക്കാണ് അടിച്ച് പൊട്ടിച്ചത് ഗൈസ്. നിസാരമാണ് ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയും കാറിലൊക്കെ ഒതുക്കി അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പം 2-3 പേര് ഇറങ്ങി പോയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി വണ്ടി ഓഫാക്കാം ഗൈസ്. വണ്ടിയും കാലൊക്കെ തന്നെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വണ്ടിയിൽ നിന്ന് ഒന്ന് ഇറങ്ങിയേക്കാം അല്ലേ ഗൈസ്. നമ്മൾ വണ്ടിയിൽ നിന്ന് കാലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും
കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കറങ്ങി നിൽക്കുക, അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ആയതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഞാൻ ഈ ഒരു വീഡിയോ കാലൊക്കെ തന്നെ നിർത്തുകയാണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ 10 ലൈക്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും കാണുന്നതും വരെ ബൈ ബൈ ഗൈസ്. അപ്പോൾ ഞാനന്ന് ഇവിടുന്ന് ഡയറക്റ്റ് ചായയും കാലൊക്കെ കുടിച്ച് പവറാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതും വരെ ബൈ ബൈ ഗൈസ്.